ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇതെന്താണ് ഈ കുപ്പിയൊക്കെ പെറുക്കി നിരത്തി വെച്ചിരിക്കുന്നതെന്നല്ലേ? കാര്യമുണ്ട്, പറഞ്ഞുതരാം. ഞാൻ പ്ലാസ്റ്റിക് കുപ്പികളിനകത്താണ് പൊടികളും പഞ്ചസാരയും തേയിലയും മഞ്ഞളും മുളകും എല്ലാം ഇട്ട് വെച്ചുകൊണ്ടിരുന്നത്. അപ്പം കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഒന്ന്, ഈ പാത്രങ്ങളെല്ലാം വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. രണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തെ പറ്റിയും അതിൻ്റെ ദൂഷ്യഫലങ്ങളും ഒക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ നമുക്ക് അതെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് കുപ്പിപ്പാത്രത്തിൽ ആക്കാമെന്നുള്ളത്. അപ്പം ഞാനത് ചിന്തിച്ചപ്പോഴത്തേനും ഞാൻ ഇത് ഇത്രയും ഭംഗിയായിട്ട് ഇത് വരും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതെല്ലാം സെറ്റാക്കി അതിൻ്റെ പേരും എല്ലാം എഴുതി കഴിഞ്ഞപ്പോഴത്തേനും അടിപൊളിയായിരുന്നു. അപ്പം നമ്മളെല്ലാവരും, ഇപ്പം നമ്മുടെ പാത്രങ്ങളായിക്കോട്ടെ, നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളായിക്കോട്ടെ, ഏത് പാത്രങ്ങളായിക്കോട്ടെ, നമ്മൾ ഡ്രസ്സ് തന്നെ നമ്മൾ എന്താ പറയുക, കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും അത് ഫെയ്ഡായി കഴിയുമ്പോൾ നമ്മൾ പുതിയത് എടുക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം പാത്രങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കുകളുടെയൊക്കെ ഈ അവസ്ഥയാണ്. അപ്പം അത് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളത് മാറ്റിയിട്ട് നമ്മളത് പുതിയ അപ്ഗ്രേഡ് ചെയ്യണം. ഈവൻ പാത്രങ്ങളായിക്കോട്ടെ, നോൺ സ്റ്റിക്ക് പാത്രങ്ങളായിക്കോട്ടെ, വർഷങ്ങളോളം അത് തന്നെ ഉപയോഗിച്ച് പോകരുത്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം.